ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയാണെങ്കിൽ ഓഫീസിൽ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഓഫീസിൽ ചെന്ന് കുറേ വർക്കുകളും ഓർഡേഴ്സുകളും ഒക്കെ കിട്ടുകയാണ്. അങ്ങനെ നയന, അതായത് ആദ്യമാണെങ്കിൽ ശ്വേതയുടെ പിന്നാലെ ഓരോ ആവശ്യത്തിനായിട്ടൊക്കെ പോകുമ്പോഴും ആദിയുടെ ഡ്യൂട്ടിയും ആദിയുടെ ജോലിയും കൂടെ നമ്മുടെ നയന ഏറ്റെടുത്ത് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ആദിയുടെ അച്ഛൻ വന്നിട്ട് ദേവയാനിയോടും എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ആദിക്കിപ്പോൾ ഭയങ്കര ബിസിനസ് കാര്യങ്ങളും അതുപോലെ തന്നെ വെളിയിൽ എന്തൊക്കെയോ ഫ്രണ്ട്സിനെ കാണാൻ പോക്കും വെളിയിൽ കുറേ മീറ്റിംഗും ഒക്കെയാണെന്ന് അവൻ പറയണത്. അപ്പോൾ ആദ്യ സമയത്ത് ഇപ്പോൾ ഓഫീസിലുണ്ടാവില്ല, എന്തോ ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള മൈൻഡിൽ ആദ്യം ഇരിക്കണേ. പക്ഷേ നയനമോൾ വന്നതിൽ പിന്നെ അതെല്ലാം ഒന്ന് കലങ്ങി തെളിയാണ്. കാരണം അവളുടെ ജോലി മാത്രമല്ല ചെയ്യുന്നത്, എല്ലാ മേഖലകളിലേക്കും അവൾ പോകുകയാണ്. അതുപോലെ തന്നെ വർക്കേഴ്സിൻ്റെയൊക്കെ കൂടത്തിൽ നിന്നിട്ട് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും നല്ല ആക്റ്റീവ് ആണെന്ന് തന്നെ പറയാം. കമ്പനിയുടെ ചായ തന്നെ മാറി. നയനമോൾ നേരത്തെ തന്നെ നമ്മുടെ ഓഫീസിലേക്ക് വരേണ്ടതായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പുതിയ പുതിയ ക്ലയൻസൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്, കുറേ ഓർഡേഴ്സുകളൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മുടെ കമ്പനി ഒന്നുകൂടെ ഒന്ന് ഉഷാറായിട്ടുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. ആദ്യം ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ പോലും എത്ര അനായാസമായിട്ടാണെന്ന് അറിയാമോ നയന ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നയനനെ വളരെയധികം പുകഴ്ത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ആദിയുടെ അച്ഛൻ. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അല്ലെങ്കിലും അറിയാമല്ലോ അവളുടെ കാര്യം, അവളുടെ മഹത്വം. ഏത് കാര്യമാണെങ്കിലും നയനമോൾക്ക് ആ ഒരു കാര്യത്തിൽ പ്രത്യേക ഒരു വൈവിധ്യമാണ് ഉള്ളത്. അതൊക്കെ ഈശ്വരനെ അറിഞ്ഞു കൊടുത്തിരിക്കുകയാണ് ആ കുട്ടിക്ക്. ആ കുട്ടി ചെല്ലുന്നിടം സ്വർഗ്ഗമാണ്, നല്ല ഐശ്വര്യം ഉണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പം ദേവയാനി ഒന്നും തന്നെ മിണ്ടാതെ അതെല്ലാം കേൾക്കുകയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, അവൾ വീട്ടിൻ്റെ ഭരണം ഏറ്റെടുത്താൽ എത്ര നന്നായിട്ടാണ് അവൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഓരോ ആൾക്കാർക്കും വേണ്ട വിധത്തിൽ ഭക്ഷണങ്ങളാണെങ്കിൽ പാകം ചെയ്ത് കൊടുക്കുന്നു. ആർക്ക് എന്ത് വയ്യാഴികയോ അല്ല എന്തെങ്കിലും കാര്യമാണെങ്കിൽ അവൾ അവിടെ അപ്പം ഉണ്ടാവും എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത്രയും ഉത്തരവാദിത്വവും കാര്യക്ഷമതയുള്ളൊരു പെൺകുട്ടീനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറെ ഒരു ഇതിലും കണ്ടില്ല. എന്നാലും ആദിയുടെ എന്തിരുന്നാലും ആദിയുടെ ഭാഗ്യം തന്നെയാണ് അവൾ. ആ ഒരു തിരിച്ചറിവ് അവന് തോന്നിയാൽ മതിയാകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ശേഷമാണെങ്കിൽ മറുവശത്താണെങ്കിൽ ജാനകിയും അതുപോലെ തന്നെ ജലജയും അനാമികയും കൂടി ഭയങ്കര പ്ലാനിങ് ഒക്കെ നടക്കുകയാണ് കേട്ടോ. അതായത് നയനനെ എങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാം, അതായത് ഓഫീസിലേക്ക് പോകാതെ വീട്ടിലെ അടുക്കളയിൽ തന്നെ എങ്ങനെയെങ്കിലും തളച്ചിടണം. അവൾ പുറത്തോട്ട് പോകുന്ന അത്ര സേഫ് അല്ല, പിന്നെ നമ്മളൊക്കെ വെറും അടിമകളായിട്ട് ഇവിടെ കഴിയേണ്ടി വരും, അവളായിരിക്കും പിന്നെ ഇവിടുത്തെ എല്ലാം എന്നൊക്കെ പറയാൻ കേട്ടോ. ഇപ്പോൾ ദേവയാനിയുടെ സ്ഥാനം പോലെ ആയിരിക്കും നാളെ അവളുടെ സ്ഥാനം. നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കോ ഈ വീട്ടിൽ ഒരുവിധ സ്ഥാനമാനങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല, അതിന് അനുവദിച്ചു കൂടാ എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജാനകി പറയുന്നുണ്ട്, മോളെ ഇന്ന് ചേച്ചി പറഞ്ഞത് എന്താണ്, ഇന്ന് ഫുഡ് മോളല്ലേ എല്ലാവർക്കും വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞത്, ഞാനൊരു ഐഡിയ പറയാം, അതുപോലെ മോള് ചെയ്താൽ മതി എന്ന് പറയുകയാണേ. എന്താ അമ്മ എന്താണെങ്കിലും പറഞ്ഞു എന്ന് പറയാണ്. ഇന്ന് മോള് ആഹാരം എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കണം, പക്ഷെ അത് വായിൽ വയ്ക്കാൻ കൊള്ളാത്തതായിരിക്കണം. എന്നിട്ട് നമ്മുടെ ദേവയാനി ചേച്ചി തന്നെ പറയണം, അയ്യോ ഇനി അനാമിക ഉണ്ടാക്കണ്ട, എന്തായാലും നയനെ തന്നെ വിളിക്കാം, നയനെ തന്നെ ഉണ്ടാക്കട്ടെ ആഹാരം എന്ന് പറയണം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മോള് ചെയ്യണമെന്നൊക്കെ പറയാൻ കേട്ടോ. ഇതേ സമയത്ത് അനാമിക പറയുന്നുണ്ട്, അത് പിന്നെ അമ്മേ എനിക്കല്ലെങ്കിലും പാചകത്തിൻ്റെ ABCD പോലും അറിയില്ല, ഞാനിനി എത്ര നന്നായിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അമ്മ പറഞ്ഞതുപോലെയൊക്കെ ആകുള്ളൂ, അതുകൊണ്ട് അക്കാര്യമൊന്നും അമ്മ പേടിക്കേണ്ട, ഞാനത് ഏറ്റു എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയത്ത് ജലജ പറയാണ്, എന്തായാലും ഇപ്പോൾ ജാനകി ഇപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് ഉഷാറായിട്ടുണ്ട്, ഇത്രയും കുരുട്ട് ബുദ്ധി എനിക്കില്ല, എന്തായാലും ഈ വീട്ടിലെ കുരുട്ട് ബുദ്ധിയും ഇതെല്ലാം ഞാനാണെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ജാനകിയുടെ ഉള്ളിലുള്ള എല്ലാം കള്ളത്തരങ്ങൾ ഇപ്പോൾ വെളിയിൽ വന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഇതേ സമയത്ത് ജാനകി പറയുന്നുണ്ട്, അതിന് ആര് കള്ളത്തരം ചെയ്തു, ഒന്നും ചെയ്യുന്നില്ല, ഇവിടെ എല്ലാവർക്കും തുല്യ അവകാശം തന്നെ കൊടുക്കണം, പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തരെ ഇരുത്തേണ്ട സ്ഥാനത്ത് ഇരുത്തുകയും വേണം, അതേ ഞാൻ ചെയ്തുള്ളൂ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോന്ന് ചെയ്യുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ജാനകിയും പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് നമ്മുടെ അനാമികയാണെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ എല്ലാവരും കഴിക്കാൻ വന്നിരുന്നിട്ട് ഫുഡൊക്കെ കൊടുക്കുമ്പോഴത്തേക്കിനും അത് ആർക്കും തന്നെ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. ഇത് എന്താണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ജാനകി നിനക്കൊന്നും പറഞ്ഞു തന്നില്ലായിരുന്നോ, കൂട്ടുകളൊന്നും പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട്, ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു, അവൾ നല്ലതായിട്ട് തന്നെയായിരുന്നു പാചകം ചെയ്തത്, പിന്നെ ഓരോരുത്തർക്കും ഓരോ കൈപ്പുണ്യം ഉണ്ടല്ലോ അതായിരിക്കും, എന്ത് പറ്റി അച്ഛാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് പറയാനാണ് എന്ന് പറഞ്ഞിട്ട് ദേവയാനി പറയുന്നുണ്ട്, ഇത് വായി വെച്ച് വെക്കാൻ കൊള്ളില്ലല്ലോ, ഇവിടെ ഈ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ടാബ്ലറ്റൊക്കെ കഴിക്കേണ്ടതല്ലേ, അവർക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ഇത് എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, കുറച്ചൊക്കെ ഒരു ഉത്തരവാദിത്തത്തോടു കൂടിയൊക്കെ ചെയ്യണ്ടേ, വന്നിട്ട് ഏതായാലും ഇത്രയും ദിവസങ്ങളായില്ലേ, പിന്നെ പറഞ്ഞു തരാനാണെങ്കിലും നിൻ്റെ അമ്മയും അതുപോലെ തന്നെ ജലജയൊക്കെ ഉണ്ടല്ലോ, പിന്നെ നീ എന്തായി കാണിച്ചേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. അതിനുശേഷം നമ്മുടെ
എനിക്ക് ശരിക്കും ദേഷ്യം വരണം. അനി പറയുന്നുണ്ട്, നിനക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നീ ഏൽക്കാൻ പോകില്ല. നയനേട്ടത്തിനെ ഈ വീട്ടിൽ നിന്ന് പുറത്തോട്ട് വിടാതിരിക്കാൻ വേണ്ടി നീ എന്തൊക്കെയായിരുന്നു ചെയ്തത്? അതുമല്ല നയന അടുക്കളയിൽ കയറിയപ്പോൾ നിനക്ക് അടുക്കള ഭരണം തന്നില്ല എന്നും നീ അടുക്കളയിലൊന്നും ചെയ്യാൻ നിന്നെ അനുവദിച്ചില്ല എന്നും പറഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു ഇവിടെ കാണിച്ചു കൂട്ടി. എന്നിട്ട് നീ അടുക്കള കയറിയതിൻ്റെ ഫലം എന്തായാലും ഉണ്ടായല്ലോ. ഞാൻ ഇനി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം, അല്ലാതെ നടക്കില്ല. എല്ലാവർക്കും വിശപ്പുണ്ടല്ലോ, വിശപ്പ് മാറ്റണ്ടേ എന്നും പറഞ്ഞിട്ട് ഒന്നും ഇപ്പം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അങ്ങനെ കയറി പോവാണ് കേട്ടോ. ഉടനെ നമ്മുടെ ജാനകി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ അവൻ എന്തെങ്കിലും പറഞ്ഞു നിൽക്കുമ്പോൾ ഫുഡ് കൊള്ളില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് പോയി. അത് സാരമില്ല, അത് അങ്ങനെയൊക്കെ പറയും. ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, എങ്ങനെയെങ്കിലും നയനനെ ഇവിടെ തിരിച്ചു കൊണ്ടുവരണം, അതിന് വേണ്ടിയിട്ടല്ലേ, സാരമില്ല എന്ന് ജാനകിയും പറയാൻ കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ നയന വീട്ടിലേക്ക് വരികയാണ്. രാത്രിയിലത്തെ ഫുഡ് നയനയായിരിക്കും ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മോളിപ്പോൾ ഓഫീസ് കഴിഞ്ഞിട്ടൊക്കെ വന്നല്ലേ ഉള്ളൂ, മോളിപ്പോൾ എന്തിനാ ആഹാരം ഉണ്ടാക്കാൻ കയറിയെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും സാരമില്ല, വൈകിട്ടത്തെ കാര്യമല്ലേ ഉള്ളൂ, അതിനിപ്പോൾ എന്താ, എനിക്ക് അതിലൊരു ഇതുമില്ല മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ വയറ് നിറച്ച് രാത്രിയിലത്തെ ഫുഡ് എല്ലാവരും കഴിക്കാൻ കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയ നമ്മുടെ നയനയ്ക്കാണെങ്കിൽ ഓട്ടോ കിട്ടില്ല കേട്ടോ. ഓട്ടോ വിളിച്ചിട്ടെങ്കിലും കിട്ടില്ല, വരാമെന്ന് പറഞ്ഞ് ഓട്ടോ ഇട്ട് വരികയില്ല. അങ്ങനെ ഓഫീസിൽ പോകാൻ സമയം താമസിച്ച് നിൽക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ജലജയും അതുപോലെ തന്നെ ജാനകിയൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഇന്ന് മഹാറാണി ഇന്ന് ഓഫീസിലേക്ക് എഴുന്നള്ളുന്നില്ലേ, എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്, ഇനി കാൽനടയായിട്ട് പോകാൻ വല്ലതുമാണോ എന്നൊക്കെ ഇങ്ങനെ അതോ ഇനി രാജകീയമായ വല്ല വാഹനങ്ങളും ഇവിടെ എത്താറുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഓരോന്ന് പറഞ്ഞ് കുത്തി നിൽക്കാൻ കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ദേവയാനി വന്നിട്ട് എന്താ നയനെ നീ ഇപ്പോൾ ഓഫീസിലേക്ക് പോകാത്ത, എന്താ ഇത്രയും സമയമായല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അമ്മേ ഓട്ടോ വിളിച്ചിരുന്നു, പക്ഷേ വന്നില്ല, ഇത്ര സമയമായില്ലേ, ഇനി എന്തെങ്കിലും ഇനി വരില്ലയോ എന്ന് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പം ഓട്ടോ വിളിച്ചിട്ട് വന്നില്ല, നീ അത് എന്നോട് പറയണ്ടായിരുന്നോ, സമയം ഇപ്പം തന്നെ വൈകില്ലോ, അതുമല്ല നീ ഇനിയിപ്പോൾ ഓട്ടോയിൽ പോകുന്ന എന്തിനാ, ഇത്രയും വലിയ കമ്പനിയിലേക്ക്, അതും ഈ വീട്ടിലെ മരുമകൾ ഓട്ടോയിൽ പോകേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നാന്ന് പറഞ്ഞിട്ട് കാറിൻ്റെ ചാവി കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, പുറത്ത് ഡ്രൈവർ കാണും, നീ ഓഫീസിലേക്ക് പോയിട്ട് വാ, എന്തായാലും നിൻ്റെ ജോലിക്കും നിൻ്റെ പദവിക്കും ഒത്ത വണ്ടി തന്നെയാണ് പുറത്ത് കിടക്കണം, നീ അതിൽ പോയിട്ട് വന്നാൽ മതി, എന്നിട്ട് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഈ വീട്ടിലെ മരുമകളാണ് നീ, അപ്പോൾ അതിൻ്റെ ഗമയിൽ തന്നെ നടക്കാൻ നിനക്ക് എന്ന് പറഞ്ഞിട്ട് താക്കോല് കൊടുക്കാൻ കേട്ടോ. അതേസമയത്ത് നമ്മുടെ നവ്യയ്ക്കും അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമാകാണ്, അമ്മ ഇതൊന്നും വേണ്ടാന്ന് പറയുമ്പോൾ നിന്നോട് പിടിക്കാനല്ല പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് കീ കൊടുക്കുകയാണ് കേട്ടോ. വളരെ സന്തോഷത്തോട് തന്നെ നയനെ അത് സ്വീകരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് മുത്തശ്ശി നിൽപ്പിനിട്ട് അവർക്ക് ഒരുപാട് സന്തോഷമാകാണ്, അവരിങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് നമ്മുടെ നയനയാണെങ്കിൽ കാറിൽ കയറിയിട്ട് നമ്മുടെ നവ്യയ്ക്ക് ടാറ്റ ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ നല്ലൊരു സന്തോഷത്തോടു കൂടി അങ്ങ് ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് നവ്യാണെങ്കിൽ ഇങ്ങനെ അതായത് കുശുമ്പോടു കൂടി നോക്കി നിൽക്കുന്ന ജലജേനയും അതുപോലെ തന്നെ ജാനകീനെയും നാനാമികിനെയൊക്കെ കണ്ടിട്ട് പറയുന്നുണ്ട്, ഈ സാധുക്കളായവരെ എപ്പോഴും എല്ലാവരും ഇങ്ങനെ താത്തി കെട്ടുകയും ഒക്കെ ചെയ്യും, കുറ്റപ്പെടുത്തുകയും അവർക്കില്ലാത്ത പ്രശ്നങ്ങളും അവർക്കില്ലാത്ത വിമർശനങ്ങളും ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു സമയം കഴിയുമ്പോഴത്തേക്കിനും അവരുടെ മനസ്സിൻ്റെ നന്മ കൊണ്ട് എല്ലാവരും അവരെ അംഗീകരിക്കും, പിന്നെ അവരായിരിക്കും ഈ ലോകം തന്നെ കീഴടക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞ ഒരു നല്ലൊരു മാസ് ഡയലോഗൊക്കെ അടിച്ചിട്ട് നവ്യ കയറി പോകുകയാണ് കേട്ടോ. അങ്ങനെ നവ്യയ്ക്കും അതുപോലെ തന്നെ നയനയ്ക്കും ഒക്കെ മുൻപിൽ നാണം കെട്ട് നിൽക്കുന്ന ജാനകീനെയും